നമസ്കാരം. നമസ്തേ. ജെറ്റ് എഞ്ചിനുമായി ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടും പല കമ്പനികളുമായിട്ടെല്ലാം പലതരത്തിലുള്ള ഓഫറുകളിൽ ഏർപ്പെടുന്നുണ്ട്. അതിൽ പലതരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ. പക്ഷെ അതിലെല്ലാത്തിലും ഉപരി ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത് റഷ്യ അവരുടെ SU-57 SU-57 എന്ന അവരുപയോഗിക്കുന്ന എഞ്ചിൻ പൂർണ്ണമായി അതിന്റെ എന്താ പറയുക ക്രയവിക്രയങ്ങളും മറ്റെല്ലാ സാധനങ്ങളും ഇന്ത്യക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പം ഇത് ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യ ഇത് സ്വീകരിക്കാൻ ചാൻസ് ഉണ്ടോ? അതല്ല ഇന്ത്യ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേതെല്ലാം മാർഗങ്ങളായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക? ഇനി അതല്ല ഇതിലോട്ട് തന്നെ ഈ SU-57 എഞ്ചിൻ റഷ്യയിൽ നിന്ന് ഇന്ത്യ സ്വീകരിക്കുകയാണെങ്കിൽ ഇതിന്റെ ഉപകാരം എന്തെല്ലാമായിരിക്കും? റഷ്യയുടെ 5ാം തലമുറ യുദ്ധവിമാനമാണ് SU-57. ആ SU-57 ഉപയോഗിക്കുന്ന എഞ്ചിനാണ് സെഡലിക് 177S. ഞാനിതിന്റെ ഉച്ചാരണം റഷ്യൻ ഭാഷയുടെ ഉച്ചാരണമാണ് സെഡലിക് എന്നുള്ളത്. 177S എന്ന എഞ്ചിൻ എന്ന ഇനി ഞാൻ ബാക്കി ഭാഗങ്ങളിൽ അങ്ങനെയായിരിക്കും ഞാൻ പരാമർശിക്കുന്നത്. ഈ 177S എഞ്ചിൻ ഇപ്പോൾ നിലവിലുള്ള നമ്മൾക്ക് ലഭ്യമാകുന്ന എഞ്ചിനുകളിലേക്കാളൊക്കെ വളരെയധികം ശക്തിയുള്ള ഒരു എഞ്ചിനാണ്. ഇതിന് 156 കിലോ ന്യൂട്ടനാണ് ഇതിന്റെ ത്രസ്റ്റ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോ ഇന്ത്യയുടെ തേജസ് MK-1A ഉപയോഗിക്കുന്ന F404 എഞ്ചിന്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 84 കിലോ ന്യൂട്ടനാണ്. 84 ഞാൻ ഈ പറയുന്നത് വെറ്റ് ത്രസ്റ്റ് എന്ന് പറയുന്ന ആഫ്റ്റർ ബർണർ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന ത്രസ്റ്റാണ്. അപ്പോ ഈ അടുത്തത് തേജസ് MK-2നും AMCAയ്ക്കും ഒക്കെ ഉപയോഗിക്കാനായിട്ട് GE അടുക്കൽ നിന്നും നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന F414 എഞ്ചിന്റെ ത്രസ്റ്റ് 100 കിലോ ന്യൂട്ടൺ താഴെയാണ്. ഏതാണ്ട് 97-98 കിലോ ന്യൂട്ടനൊക്കെയാണ്. അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ശക്തി കൂടിയ ഒരു എഞ്ചിനാണ് 177S ഇപ്പോൾ റഷ്യ ഓഫർ ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റഷ്യ ഈ ഒരു എഞ്ചിൻ, ഇതൊരു 5th ജനറേഷൻ ടെക്നോളജി എഞ്ചിനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു എഞ്ചിന് ഇതുവരെ റഷ്യ ആർക്കും ഓഫർ ചെയ്തിട്ടില്ല. ഇതിന്റെ സമ്പൂർണ്ണ ടെക്നോളജിയുമായിട്ട് ഇന്ത്യക്ക് നൽകാമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല ഈ SU-57 വിമാനങ്ങൾ. അപ്പോൾ AMCA എന്ന നമ്മുടെ 5ാം തലമുറ വിമാനം തയ്യാറാകുന്നത് വരെ ആ ഒരു കാലയളവിലേക്ക് നമുക്കത് പരിഹരിക്കാനായിട്ട് SU-57 വിമാനം നമുക്ക് നൽകാമെന്നാണ് ഇപ്പോൾ റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഈ എഞ്ചിന്റെ ഒരു ഓഫർ അത് നമുക്ക് അത്ര വേഗത്തിൽ നിരസിക്കാൻ പറ്റുന്ന ഒരു ഓഫറാണെന്ന്, അത് അത്ര വലിയൊരു പ്രലോഭനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദഗ്ധരുടെ ഭാഗത്തു നിന്നുമൊക്കെ അതിന്റെ പല വശങ്ങൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഓഫറിൽ എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. പക്ഷെ പ്രാഥമികമായിട്ട് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് തോന്നുന്നത് ഇത് അങ്ങേയറ്റം മികച്ച ഒരു ഓഫറായിട്ടാണ്. ഇത് നിർമ്മിക്കുന്നത് റഷ്യയുടെ വിമാന എഞ്ചിൻ നിർമ്മാതാക്കളായിട്ടുള്ള യുണൈറ്റഡ് എഞ്ചിൻ കോർപ്പറേഷനാണ്. ചില വാർത്തകൾ അനുസരിച്ച് ഇതിന്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത് 143 കിലോ ന്യൂട്ടനാണ് വെറ്റ് ത്രസ്റ്റ്. മറ്റു ചിലർ പറയുന്നത് 153 എന്തായാലും ശരി, നിലവിലുള്ള ഏതൊരു എഞ്ചിനേക്കാളിലും വളരെയധികം ശക്തിയുള്ള ഒരു എഞ്ചിനാണ് ഈ 177S എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു വിഷയം, ചൈനയുടെ J-20 ഒക്കെ ഉപയോഗിച്ചിരുന്ന എഞ്ചിൻ റഷ്യയിൽ നിന്നും അവർ വാങ്ങിച്ചാണ്. പാകിസ്ഥാനും ചൈനയും കൂടെ ചേർന്ന് നിർമ്മിച്ച JF-17 എഞ്ചിനും റഷ്യൻ വിമാന എഞ്ചിനും. ഇന്ത്യക്ക് റഷ്യൻ വിമാന എഞ്ചിനുകൾ അസംബിൾ ചെയ്തും റിപ്പയർ ചെയ്തും വലിയ പരിചയമുണ്ട് HAL-ന്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇന്ത്യ എന്തുകൊണ്ടാണ് റഷ്യൻ എഞ്ചിൻ വാങ്ങാതെ അമേരിക്കയുടെ GEയുടെ എഞ്ചിന് പുറകെ പോയതെന്ന് എനിക്ക് ഒരിക്കലും പിടികിട്ടിയിട്ടില്ല. ചില ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് GEയുടെ എഞ്ചിൻ ലോകത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനാണ്, റഷ്യൻ എഞ്ചിനുകളെ കൂടുതൽ മെയിൻ്റനൻസ് ആവശ്യമുണ്ട്, GEയുടെ എഞ്ചിനുകൾക്ക് ആ മെയിൻ്റനൻസ് ആവശ്യമില്ല എന്നൊക്കെയാണ്. അതൊക്കെ സമ്മതിച്ചു കൊടുത്താൽ പോലും ഈ അമേരിക്ക തന്നിട്ട് വേണ്ടേ? അമേരിക്ക ഇന്ത്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത് ഏതാണ്ട് 10,000 കോടി രൂപയോളം അഡ്വാൻസ് വാങ്ങിച്ചിരിക്കുക. എന്നിട്ടും ഈ 2023 തരേണ്ട എഞ്ചിൻ 3 വർഷം കഴിഞ്ഞപ്പോഴാകെ തന്നിരിക്കുന്ന 7 എണ്ണമാണ്. ഒരു വർഷം 24 എണ്ണം വെച്ച് ആദ്യത്തെ ഒരു കണക്കനുസരിച്ച് ഒരു 70 എഞ്ചിനെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ കൈവശം എത്തേണ്ടതാണ് മിനിമം. അതിന്റെ സ്ഥാനത്ത് 7 എഞ്ചിനാണ്, 10-1 അതിന്റെ. അപ്പോ
കിട്ടാത്ത ഒരു സാധനത്തിന് വേണ്ടി എത്ര മികച്ചതാണെങ്കിലും ശരി അതിനേക്കാൾ നല്ലത് ലഭ്യമാകുന്ന സാധനമല്ലേ. ആ മണ്ടത്തരം എന്തുകൊണ്ടാണ് നമ്മുടെ പിന്നെ തീരുമാനമെടുക്കാനുള്ള ഡിസിഷൻ മേക്കേഴ്സ് അതെന്തുകൊണ്ടാണ് കാണിച്ചതെന്ന് എനിക്കൊരിക്കലും എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഏതൊരു വിശദീകരണവും ഈ സംശയത്തെ ദൂരീകരിക്കാൻ പര്യാപ്തമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നിങ്ങൾ ഈ പറയുന്ന എത്രയെല്ലാം മികവ് ഈ എഞ്ചിൻ ഉണ്ടെങ്കിലും F404-നും 414-നും ഒക്കെ ഉണ്ടെങ്കിലും ഈ സാധനം കൈ കിട്ടിയിട്ട് വേണ്ടേ? ഇതവർ തരുന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന ഏറ്റവും മികച്ച സാധനം വാങ്ങിക്കണം, ശരി. പക്ഷെ ഏറ്റവും മികച്ച സാധനത്തിന് കാശും കൊടുത്തും സാധനവും കിട്ടുന്നില്ല. അപ്പം അതാണോ നല്ലത്? കാശ് കൊടുത്താൽ കൃത്യമായിട്ട് സാധനം തരുന്ന, നമുക്ക് പരിചയമുള്ള, നമ്മുടെ എഞ്ചിനീയർമാർക്ക് പരിചയമുള്ള ഒരു എഞ്ചിൻ, ഇവിടെ അതിൻ്റെ ഏത് പ്രശ്നവും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. HAL-ലാണ് SU30 MKIയുടെയും മിഗിൻ്റെയും ഒക്കെ എഞ്ചിൻ HAL-കാർ തന്നെയാണ് അത് റിപ്പയറിങ്ങും ഒക്കെ മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എഞ്ചിൻ നമുക്ക് പരിചയമുള്ളതായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മൾ കിട്ടാത്ത ഒരു സാധനത്തിന് വേണ്ടി നമ്മൾ പോയി നമ്മുടെ കൈ പൊള്ളി. അപ്പോഴാണ് ഇപ്പോൾ റഷ്യ പുതിയൊരു ഓഫർ വെച്ചിരിക്കുന്നത്. ഇത് തള്ളിക്കളയുന്നതിന് മുമ്പ് 1000 വട്ടം ആലോചിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു സാറ്, ഇവിടെ ഞാൻ സാറ് പറഞ്ഞല്ലോ ഈ SU-57 മൊത്തം രൂപകൽപ്പന എങ്ങനെ ഉണ്ടാക്കണം എന്നടക്കമുള്ള മൊത്തം കാര്യങ്ങളും ഇന്ത്യക്ക് തരാമെന്നാണ് റഷ്യ പറഞ്ഞില്ലേ. അപ്പം അമേരിക്കയുടെ കയ്യിൽ നമ്മൾ വാങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഓഫർ നമുക്ക് ഉണ്ടായിരുന്നു? അല്ല, അമേരിക്ക ഒരിക്കലും അങ്ങനെ ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ നമുക്ക് ഓഫർ ചെയ്തിരുന്നില്ല. അമേരിക്ക ആദ്യം പറഞ്ഞിരുന്നത് ഈ F404 എഞ്ചിൻ അത് ആദ്യത്തെ 2 കൊല്ലം കഴിഞ്ഞ് ഇന്ത്യയിൽ നിർമ്മിക്കാമെന്നും അതിന്റെ 80% ടെക്നോളജി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നുമായിരുന്നു. അതാണ് ഈ F404 എഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും F414 എഞ്ചിന്റെ കാര്യത്തിലാണെങ്കിലും അമേരിക്ക ടോട്ടൽ ടെക്നോളജി ട്രാൻസ്ഫർ ഒരു കാലത്തും അമേരിക്ക ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടില്ല. ഇനി അഥവാ ചെയ്താലും അവർ തരാനും പോകുന്നില്ല. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അമേരിക്ക അങ്ങനെ ഒരു ടെക്നോളജി ഇന്ത്യക്കെന്നല്ല, അമേരിക്ക ഇസ്രായേലിന് പോലും കൊടുക്കില്ല. പിന്നല്ലേ ഇന്ത്യ. ഇസ്രായേലിന് ഇത്തരം ഒരു എഞ്ചിൻ നിർമ്മിക്കാനുള്ള ടെക്നോളജി അമേരിക്ക കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഇന്ത്യക്ക് തരുമെന്ന് പറയാൻ എന്ത് പ്രതീക്ഷയാണ്? ഇന്ത്യ അമേരിക്കയും തമ്മിൽ വലിയ സുഹൃത്ത് രാഷ്ട്രമൊന്നുമല്ല. പക്ഷെ എന്നിട്ടും അമേരിക്ക എഞ്ചിന്റെ പുറകെ പോയ തീരുമാനമെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ വ്യാപാര ചർച്ചകളിലൊക്കെ അമേരിക്കയുടെ ജെറ്റ് എഞ്ചിൻ വാങ്ങിച്ചാൽ അമേരിക്ക നമുക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളിലും ആയിരിക്കണം സർക്കാർ അത്തരം ഒരു തീരുമാനത്തിലേക്ക് കടന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അമേരിക്കയുടെ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളുടെ ഒരു പൂർവ്വചരിത്രം പരിശോധിച്ചാൽ അമേരിക്ക ഒരിക്കലും ഇന്ത്യക്ക് അനുകൂലമായ അങ്ങനൊരു നിലപാട് എടുക്കാൻ പണ്ടും എടുത്തിട്ടില്ല, ഇനി എടുക്കാനൊട്ടും സാധ്യതയുമില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ തേജസ് വിമാന നിർമ്മാണത്തെ ഈ എഞ്ചിന്റെ ദൗർലഭ്യം അട്ടിമറിക്കുകയായിരുന്നു. അമേരിക്ക ഈ മൊത്തം പ്രോജക്റ്റിനെ അട്ടിമറിച്ചു എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെയുള്ള അമേരിക്കയുടെ എഞ്ചിൻ വീണ്ടും അതായത് ഈ F404 എഞ്ചിന്റെ കാര്യത്തിൽ ഈ ചതി വന്നിട്ട് അതുകൊണ്ടും പഠിക്കാതെ അടുത്ത എഞ്ചിന് വേണ്ടി പോവാം. എന്നിട്ട് ഈ എഞ്ചിനെ മുന്നിൽ കണ്ടുകൊണ്ട് വിമാനം ഡിസൈൻ ചെയ്യുക. ഇതൊക്കെ എന്താ ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരു വെള്ളരിക്കപ്പട്ടണമാണ് ഇന്ത്യ. എനിക്ക് അത് മനസ്സിലാവുന്നില്ല. ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നതിന്റെ പിന്നിലെ യുക്തി അത് ഒട്ടും ആലോചിച്ചിട്ട് പിടികിട്ടാത്ത ഒരു യുക്തിയാണ് എനിക്ക്. അതൊരു ഭാഗത്ത്. ഇനി വേറൊരു വിഷയം, ഇപ്പോ റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഈ വിമാനം ഉൾപ്പെടെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമാണ്. അവര് ചൂണ്ടിക്കാണിക്കുന്നത് SU വിമാനങ്ങൾ, അതായത് SU-30 MKI ഇന്ന് ലോകത്തിലെ റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ SU-30 MKI ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ അത് നിർമ്മിച്ച നമുക്ക് SU-57 നിർമ്മിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. അതുപോലെ ഈ എഞ്ചിന് ഒറീസയിലെ കോറപ്പുട്ടിലുള്ള SU സീരീസിന് നമ്മൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ അസംബിൾ ചെയ്യുന്ന യൂണിറ്റിന് ഇത് നിസ്സാരമായിട്ട് നിർമ്മിക്കാമെന്നാണ് റഷ്യ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല വിമാനം നമ്മൾ കരാർ അന്തിമമായാൽ 6 മാസത്തിനുള്ളിൽ വിമാനത്തിന്റെ സപ്ലൈ തുടങ്ങും. 42 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങൾ വേണ്ട സ്ഥലത്ത് വെറും 29 സ്ക്വാഡ്രനുമായിട്ട് നിൽക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ SU-57 വിമാനങ്ങൾ വലിയ അനുഗ്രഹമായിരിക്കും.
ആ വിമാനങ്ങളും അതിന്റെ എഞ്ചിൻ ടെക്നോളജിയും വന്നാൽ നമുക്കുള്ള ഒരു മറ്റൊരു ഗുണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വന്തമായിട്ട് നമ്മളൊരു 120 കിലോ ന്യൂട്ടൺ ക്ലാസ്സിൽ 120 തൊട്ട് 140 വരെ കിലോ ന്യൂട്ടൺ ക്ലാസ്സിലുള്ള ഒരു എഞ്ചിൻ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ പലരുമായിട്ട് ചർച്ച നടത്തുകയാണ്. അക്കൂട്ടത്തിൽ ഫ്രാൻസിന്റെ സഫ്രൻ, അതുപോലെ റോൾസ് റോയ്സ് ഇംഗ്ലണ്ടിലെ ഈ ചർച്ചകളിലൊക്കെ ഒക്കെ തന്നെ നമുക്ക് ഈ നിർമ്മാണത്തിൽ നമ്മൾ സ്വന്തമായിട്ട് എഞ്ചിൻ നിർമ്മിക്കാൻ ആരുടെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഒരുപക്ഷെ നിർമ്മിക്കാൻ പറ്റും. കാരണം ഈ 143 കിലോ ന്യൂട്ടൺ ത്രസ്റ്റുള്ള അല്ലെ ഏറ്റവും കുറഞ്ഞത് മിക്ക വാർത്തകളിലും കാണുന്നത് 153 അത്രയും കിലോ ന്യൂട്ടൺ ത്രസ്റ്റുള്ള ഒരു എഞ്ചിൻ ടെക്നോളജി കൈവശമുള്ള നമുക്ക് പിന്നെ മറ്റ് സ്വന്തമായിട്ട് തന്നെ ഇതല്ലാതെ മറ്റൊരെണ്ണം നിർമ്മിക്കാനും ഈ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് സാധിക്കേണ്ടതാണ്. അപ്പോ പിന്നെ ഞാൻ ഇതിന്റെ ഒരു ചില പ്രത്യേകതകളൂടെ പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ 177S അത് 6000 മണിക്കൂർ സർവീസ് ലൈഫ് ഉള്ളതാണ്. അതായത് ഒരു സർവീസ് കഴിഞ്ഞാൽ 6000 മണിക്കൂർ അത് തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ്. ഭാരം കുറച്ച് കൂടുതലുണ്ട് F414നേക്കാൾ. പക്ഷേ F414ന്റെ ത്രസ്റ്റ് വെറും 98 കിലോ ന്യൂട്ടൺ ആണെങ്കിൽ ഇതിൻ്റെത് 153 ആണെന്ന് ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാരക്കൂടുതലിനെ അത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഘടിപ്പിക്കുന്ന വിമാനത്തെ പറത്താനുള്ള ശേഷി ഈ എഞ്ചിനുണ്ട്. അപ്പോൾ ഒരിക്കലും അതൊരു പരിമിതിയായിട്ട് ഒരു മാറില്ല ആ ഉപയോഗിക്കുന്ന വിമാനത്തിൽ. അപ്പോൾ എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് അമേരിക്കയുടെ പുറകെ പോകാതെ കിട്ടാത്ത സ്വർണത്തിന് വേണ്ടി ഇങ്ങനെ വായുമ്പോഴൊന്നും നിൽക്കാതെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതും വാങ്ങിച്ച് സ്വന്തമായിട്ടൊരു വിമാനം നിർമ്മിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതൽ വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. എത്ര മിനിറ്റായി? 10 മിനിറ്റ് 52 സെക്കൻഡ്. അത് മതി, കറക്റ്റ് സമയമാണ്. ഓക്കെ, ഞാൻ പമ്പിട്ടേക്കാം. ഓക്കെ.